ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഹൽവയാണ്. ഇത് ഹൽവയാണോ എന്ന് ചോദിച്ചാൽ ഹൽവയല്ല, ഹൽവ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 2 കപ്പ് പച്ചരി ഇട്ടിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് ഇത് കുതിരാനായിട്ട് 2 മണിക്കൂർ വെക്കും. 2 കപ്പ് എന്ന് പറയുമ്പം 250 ml കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഈ അരി ഇവിടെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. അരി കുതിരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് ഉണ്ട ശർക്കരയും അതിനേക്കാൾ ചെറിയ ഒരു ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതായത് 2 മീഡിയം സൈസ് ഉണ്ടയും ഒരു ചെറിയ ഉണ്ട ശർക്കരയും. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യത്തിന് വേണം നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇത് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അലിയിച്ചെടുക്കണം. അലിയിച്ചിട്ട് നല്ലതുപോലെ 2 പ്രാവശ്യം അരിച്ചെടുക്കണം. കാരണം ശർക്കരയിൽ അഴുക്ക് കാണും. ഇത് ഉരുകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഇതുപോലെ ഒരു ഇടികല്ല് കൊണ്ട് ഇടിച്ച് ഇതുപോലത്തെ ചെറിയ പീസാക്കിയാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇതിലേക്കിനി 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അരി ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ട് വരാം. അരി ഞാനിവിടെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശർക്കര പാനി ഞാനിവിടെ നന്നായിട്ട് തിളപ്പിച്ച് ശർക്കരയെല്ലാം അലിയിച്ച ശേഷം 2 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് 1 ലിറ്റർ ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് ഈ തേങ്ങ നമ്മൾ പാലെടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് കുറച്ച് നേരം തേങ്ങ വച്ചിരുന്നതിന് ശേഷമാണ് ഞാൻ അതിൽ നിന്ന് അരച്ച് പാലെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് നല്ല കട്ടിയുള്ള പാല് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. തൊട്ടടുത്ത വീട്ടിൽ പ്ലംബിങ്ങിന്റെ പണി നടക്കുന്നത്, അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അരി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 10 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഈ ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു അളവിന്. അതായത് ഞാനിവിടെ അരി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ 10 ഏലക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലില്ലേ, ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത്. ഒരുപാട് തേങ്ങാപ്പാൽ ആദ്യം തന്നെ ഒഴിക്കരുത്. ഈ അരി നകക്കെയുള്ള തേങ്ങാപ്പാൽ വേണം നമ്മൾ ഒഴിച്ച് അരച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ അരി അരഞ്ഞു കിട്ടത്തില്ല. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിവിടെ നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി വലിയൊരു പാത്രം എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഈ അരച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനിയില്ലേ, അതൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അതും മുഴുവനായിട്ട് തന്നെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഇപ്പൊ ഈ മാവ് നല്ല ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ നമ്മളൊരു കാര്യം ചെയ്യണം. ഇത് തയ്യാറാക്കിയിട്ട് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രം എടുക്കണം. ഗ്ലാസ് പാത്രം ആയാലും മതിയാകും. സാധാരണ ഇത് സ്റ്റീൽ പാത്രത്തിലാണ്, ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് ഒഴിച്ചു വെക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലായിടത്തും നെയ്യ് നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ പാത്രത്തിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ ഞാൻ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിപ്പമുള്ള പാത്രം വേണം എടുക്കാൻ. ഉരുളി ആയാലും മതിയാകും. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ സോസ് പാൻ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ റൈസിൻസ് ചേർക്കത്തില്ല, കാഷ്നട്ട് മാത്രമേ ചേർക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. ചിലർക്ക് കാഷ്നട്ട് അത്ര അധികം ഇഷ്ടമില്ലായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി.
ഇനി ഇത് ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. കാഷ്നട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിട്ട് മൂപ്പിക്കണ്ട. ഇനി മൂപ്പിച്ചാൽ കരിഞ്ഞു പോകും. ഇനി നമ്മൾ ഈ കാഷ്നട്ട് ഇതിൽ നിന്ന് മാറ്റത്തില്ല. നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ അരിമാവുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് ജോലി. ഇനി നമ്മൾ കൈയെടുക്കാതെ ഫ്ലെയിം തീരെ കുറയ്ക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കട്ട കിട്ടും. അരമണിക്കൂർ എന്തായാലും എടുക്കും ഇതൊന്ന് സെറ്റായി വരാനായിട്ട്. അപ്പം അതുവരെ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോഴേക്ക് നമ്മളിതെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ തേങ്ങാപ്പാൽ നല്ലതുപോലെ ചേരുന്നുണ്ട്. അപ്പം തേങ്ങാപ്പാൽ ചേരുന്നത് കൊണ്ട് തന്നെ അത് പുറത്ത് വെച്ചിരുന്നാൽ ഉറപ്പായിട്ടും അത് ചീത്തായി പോകും. അപ്പം നമ്മളൊരു ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് ബാക്കിയുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതിവിടെ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കട്ട കെട്ടുന്ന പോലെയൊക്കെ തോന്നും. ഇല്ല, നന്നായിട്ട് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്താൽ മതി, അതെല്ലാം ഓക്കെ ആവും. കൈ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കട്ട കെട്ടും. അതുപോലെ നമ്മൾ ഈ ഇളക്കുമ്പോൾ എല്ലാ സൈഡിലേക്കും ഇളക്കി കിട്ടണം കേട്ടോ. അതായത് ഒരു വശത്ത് മാത്രം ഇട്ടിങ്ങനെ നമ്മൾ ചെയ്താൽ പോരാ, ഇങ്ങനെ എല്ലായിടത്തേക്കും നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഉള്ള സ്റ്റേജാണ് കേട്ടോ. ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറുകി വരുന്ന ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. വീണ്ടും ഇത് ഇളക്കി കൊടുക്കണം. എണ്ണ ഒഴിച്ച ശേഷം ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞതാണ് കണ്ടോ. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല കണ്ടോ. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്കിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 പാത്രം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇടുവാണ്. ഇനി നമുക്കിതുപോലെ പരന്ന ഒരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മൂട്ടിൽ കുറച്ച് നെയ്യ് തേക്കണം. നെയ്യ് തേച്ച ശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. പരന്നതെന്ന് ചട്ടുപോയാലും മതി കേട്ടോ. പരന്നതെന്ന് ഞാൻ പറയാൻ കാര്യം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ സ്പൂണിൻ്റെ മൂടിട്ട് നമ്മളിതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ചൂടോടെ തന്നെ ലെവൽ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. ഇതിവിടെ ഞാൻ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുത്ത ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്ത് എടുക്കത്തുള്ളൂ. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇത് രണ്ടും ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കമഴ്ത്തിയെടുക്കാം. കണ്ടോ, തണുത്താൽ മാത്രമേ ഇതുപോലെ ഇങ്ങനെ ഇളകി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെയാണ് ഈ ഹൽവ ഇരിക്കുന്നത്. ഞാനിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. മധുരമൊക്കെ പാകത്തിനുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു സ്പെഷ്യൽ ഹൽവയാണിത്. സ്പെഷ്യൽ ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കണ്ട.